എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജീവിതം സാക്ഷിയിലേക്ക് സ്വാഗതം. ബഹുമാനപ്പെട്ട ജഡ്ജിംഗ് പാനലിൻ്റെ നമസ്കാരം. ഇന്നത്തെ പരാതിക്കാരി സിന്ധു ചെമ്പൂരിൽ നിന്നാണ് വന്നിരിക്കുന്നത്. പലതവണ പോലീസിൽ കേസ് കൊടുക്കുകയും പത്രങ്ങളിലൊക്കെ വരികയും ചെയ്ത ഒരു കേസാണിത്. ഭർത്താവ് ക്രൂരമായി പീഡിപ്പിക്കുന്നു, സ്ത്രീധന പീഡനം, ഗാർഹിക പീഡനം, അങ്ങനെ പലതരത്തിലും പല പ്രാവശ്യം പരാതി കൊടുത്ത് അവിടെ ഒന്നും ഫലം കാണാതെ വന്ന് ഇന്ന് ഈ വേദിയിൽ തൻ്റെ പരാതി അവതരിപ്പിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. സിന്ധുവിൻ്റെ ഭർത്താവും വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം സിന്ധുവിനെ വിളിക്കാം. ആരൊക്കെയുണ്ട് സിന്ധു വീട്ടിൽ? സിന്ധുവിൻ്റെ വീട്ടിൽ അമ്മയും പപ്പയും 2 അനിയത്തിമാരും എൻ്റെ 2 മക്കളും. ഇപ്പോൾ നിങ്ങളെല്ലാം കൂടെ ഒരുമിച്ചാണ് വീട്ടിലാണ് താമസിക്കുന്നത്? ഒരുമിച്ചാണ് താമസിക്കുന്നത്. അനിയത്തിമാരുടെ കല്യാണം കഴിഞ്ഞതാണോ? ഒരാളിൻ്റെ കല്യാണം കഴിഞ്ഞു, ഒരാൾ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അച്ഛനും അമ്മയ്ക്കും ജോലിയോ കാര്യങ്ങളോ? പപ്പ കൂലിപ്പണിക്ക് പോകുന്നുണ്ട്, അമ്മയ്ക്ക് പണിയൊന്നുമില്ല, വീട്ടിലാണ്, ഹൗസ് വൈഫ്. ഇല്ല. അപ്പം അപ്പൻ്റെ ഈ പിന്നെ വരുമാനം മാത്രമാണ് കുടുംബത്തിനാകപ്പാടുള്ളത്? അതെ. അനിയത്തി രണ്ടാമത് മറ്റേ അനിയത്തി കല്യാണം കഴിച്ച് വേറെയാണോ താമസിക്കുന്നത്? വേറെ താമസിക്കാം. ഇതുവരെ പഠിച്ചു സിന്ധു? ഞാൻ TTCക്ക് പോയി, +2 കഴിഞ്ഞ് TTCക്ക് പോയി ചേർന്നപ്പോഴായിരുന്നു കല്യാണം. തുടർന്ന് പഠിപ്പിക്കാന്ന് പറഞ്ഞാണ് കല്യാണം കഴിച്ചത്. പക്ഷെ കല്യാണം കഴിഞ്ഞ് പോയ ശേഷം പിന്നെ പഠിപ്പിച്ചില്ല. അത് ഭർത്താവിന് ഇഷ്ടമില്ലാത്തോണ്ടോ അവരുടെ വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്തോണ്ടോ? അല്ല, മൊത്തത്തില് അവർക്കൊരു എതിർപ്പായിരുന്നു പഠിക്കുന്നില്ല. ഭാര്യ ജോലിക്ക് പോകുന്നതിൽ അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണോ? ജോലിക്ക് വേണ്ടിയാണല്ലോ നമ്മൾ വീണ്ടും അങ്ങനെ പ്രത്യേക കോഴ്സ് ഒക്കെ പഠിക്കുന്നത്. പിന്നെ അമ്മ പറഞ്ഞു കല്യാണം നിന്റെ കാര്യം നോക്കാനാണ്, അല്ലാതെ പുറത്തു പോവാനല്ല. അപ്പോഴ് വീട്ടുകാര്യങ്ങൾ നോക്കി ഇവിടെ നിൽക്കട്ടെന്ന് പറഞ്ഞു. അവരത് അതേപോലെ അനുസരിച്ചു. അദ്ദേഹത്തിന്റെ അമ്മ പറഞ്ഞു. കുഞ്ഞുങ്ങൾക്ക് എത്ര വയസ്സായി ഇപ്പം? മോന് 5 വയസ്സായി, മോക്ക് 4 വയസ്സായി. സ്കൂളിൽ പോകുന്നുണ്ടോ? സ്കൂളിൽ പോകുന്നു. നിങ്ങളുടെ വീട്ടിനടുത്ത് നിങ്ങൾ ചേർത്താണോ? ഞാൻ ചേർത്തത്. ഏത് വയസ്സിലാണ് കല്യാണം കഴിഞ്ഞത്? എത്ര വർഷമായിപ്പോ? ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമാകും പോകുന്നു. 6 വർഷമാകുന്നു. കല്യാണം കഴിഞ്ഞ് നേരെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചു. അതെ. എന്തായിരുന്നു? വളരെ സന്തോഷമായിട്ട് തന്നെയാണ് ജീവിതം തുടങ്ങിയത്? കല്യാണം കഴിഞ്ഞ ആദ്യത്തെ 3 ദിവസം വളരെ സന്തോഷമായിരുന്നു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടാമത് അടുക്കള കാണാൻ പോകുമ്പോൾ ഇവർക്ക് വാഷിംഗ് മെഷീൻ വേണമെന്നൊരു അഭിപ്രായം അമ്മ വെച്ചിരുന്നു. അപ്പം ഇവരുടെ വീട്ടിൽ അത് വെക്കാനുള്ള സൗകര്യം ഇല്ലായിരുന്നു. കിണറുണ്ട്, എന്നാൽ പൈപ്പൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നു. അമ്മ കഷ്ടപ്പെട്ട് അമ്മ ഒത്തിയൊക്കെയാണ് അമ്മ ആദ്യം എന്നെ അയച്ചത്. അപ്പോഴാളുകളിൽ നിന്ന് കടം വാങ്ങിച്ചൊക്കെ കൂടെയൊക്കെയാണ് അയച്ചത്. അപ്പം ആ ഒരു കടം തീർന്നില്ല. അപ്പോൾ ചെറിയൊരു വാങ്ങാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം അത് കൊണ്ടുപോകാൻ സാധിച്ചില്ല. അപ്പം അതുകൊണ്ട് 3ൻ്റെ അന്നോട്ട് പ്രശ്നങ്ങളായി തുടങ്ങി. അവിടെ വാഷിംഗ് മെഷീൻ കൊണ്ടുവന്നില്ല എന്നുള്ളതിന്റെ വീട്ടിൽ ഫസ്റ്റ് വെച്ച് അടുക്കള കണ്ടപ്പോൾ അവർ പറഞ്ഞ എല്ലാം കൊടുത്തു. ഫ്രിഡ്ജ് 2 അടുക്കള കണ്ടു, ചെമ്പ് കൂടെ അവർ പറഞ്ഞ എല്ലാ സാധനവും കൊടുത്തു. 2 അടുക്കളയും കണ്ടപ്പോൾ ഈ ഒരു സംഭവം കൊടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ പേരിൽ ഒരുപാട് കുറഞ്ഞു പോയെന്ന് പറഞ്ഞു. എരപ്പ കുടുംബത്തിൽ നിന്നാണ് എന്നെ എടുത്തതെന്ന് പറഞ്ഞ് അവരെ ആക്ഷേപിച്ചു. അവര് അങ്ങനെയാണ് പ്രശ്നം തുടങ്ങി. അല്ലാതെ സ്ത്രീധനം സ്വർണ്ണമായിട്ടും അല്ലാതെ 15 സെന്റ് ഉരുപ്പടി കൊടുത്തു. അത് 20 സെന്റ് സ്ഥലവും അയാളുടെ പേരിലോട്ട് ആക്കി കൊടുത്തു. സ്ഥലം എന്റെ പേരിന്. സിന്ധുവിന്റെ പേരിൽ തന്നെയാണ് സ്ഥലം ഉള്ളത് ഇപ്പോഴും. അപ്പൊ ഈ ഉപദ്രവം ഈ വാഷിംഗ് മെഷീന്റെ പേരിൽ മാത്രമാണ് ഈ ഉപദ്രവിക്കുന്നത്? അല്ല, പിന്നെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഏട്ടൻ പറയും വീട്ടിൽ നിന്ന് പൈസ കൊണ്ടുപോകാൻ പറയും. ഇവരുടെ അക്കൗണ്ടിലോട്ട് വേറെ ആരോ 50,000 30,000 രൂപ ഇട്ട് കൊടുക്കുമെന്ന്. വീടിനടുത്ത് തൊട്ടടുത്ത് താമസിക്കുന്ന ജീന എന്ന് പറയുന്ന ഒരു ചേച്ചി. അപ്പം ആ ചേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഭയങ്കര കാര്യമായിരുന്നു, ഞാനും ഭയങ്കര സ്നേഹമായിരുന്നു, സഹോദരങ്ങളെ പോലെ. പക്ഷേ ഈ ക്യാഷ് ഇട്ട് കൊടുക്കുമ്പോൾ ഇത് ഞാൻ ചോദിച്ചാൽ എന്തിനാണ് ഇങ്ങനെ ഇട്ട് തരണേന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞാൽ നിൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഞാൻ ഇതിന് മറുപടി പറയാമെന്ന് പറഞ്ഞു. പക്ഷേ വീടിനടുത്തുള്ളവരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇവർ തമ്മിൽ വേറെ അല്ലാത്ത അവിഹിത ബന്ധമുണ്ട്, നീ അത് ശ്രദ്ധിക്കണമെന്ന്. പക്ഷേ ഞാൻ അത്രത്തോളം ഒന്നും തെറ്റായിട്ടൊന്നും കണ്ടിട്ടില്ലാത്തത് കൊണ്ട് ആ രീതിക്ക് അങ്ങോട്ട് ചിന്തിച്ചിട്ടില്ല. പിന്നെ ഒരു ദിവസം ഇതേപോലെ മോനെ പ്രഗ്നൻ്റായി 2.5 മാസം ആയപ്പോൾ രാവിലെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഞാൻ വണ്ടി ഓട്ടം പോകുന്ന ഇറങ്ങി. ടിപ്പറാണ് ഓട്ടിക്കുന്നത്, 4-5 ടിപ്പർ സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ ഓട്ടം പോകുന്നതെന്ന് ഇറങ്ങി. ഞാൻ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഉറക്കം നോക്കിയപ്പോൾ എൻ്റെ ഏട്ടൻ വണ്ടി എടുത്തിട്ടില്ല, വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ അയാളുടെ ബൈക്കാണെങ്കിൽ ഈ ചേച്ചിയുടെ വീടിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ രണ്ടുപേരും വീട് അടുത്തടുത്താണ്, കുടുംബ വീടും ഈ ചേച്ചിയുടെ വീട്. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ വീട് അവിടെ ബൈക്കിരിക്കുന്ന കാരണം ഞാൻ അവിടോട്ട് പോയി. എന്നാൽ ഞങ്ങൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആൾക്കാരാണ്. അങ്ങനെ പോയി നോക്കിയപ്പോൾ ഇവരും ആ ചേച്ചി തമ്മിൽ കിടക്കുന്നതാണ് കണ്ടത്. അങ്ങനെ ഞാൻ ഉടനെ കരഞ്ഞുകൊണ്ട് എല്ലാവരും വിളിച്ചു കൂട്ടി.
വിളിച്ചു കൂട്ടി ആ അണ്ണനെ ചേച്ചിയുടെ ഹസ്ബൻഡിനെ വിളിച്ച് എല്ലാവരും കൂടെ വരുത്തി രണ്ടുപേരും കൂടെ അവിടെ പിടിച്ചു കെട്ടി വെച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് ചേച്ചിനെ അണ്ണൻ വന്ന് ഒരുപാട് അടിച്ചിട്ട് ചോദിച്ച് എല്ലാവരും വന്നു എന്നിട്ട് അടിച്ച് പറഞ്ഞ് ഇന്ന് പൊയ്ക്കോളൂ, ഇന്ന് ഇവിടെ നിന്ന് എല്ലാം വരി കെട്ടിക്കൊണ്ട് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് ചേച്ചിനെ ഇറക്കി വിടാൻ വേണ്ടി തന്നു. അപ്പോൾ പറഞ്ഞു ഞാൻ എല്ലാവരും മുമ്പിൽ വെച്ച് തന്നെ ചേച്ചി പറഞ്ഞത് ഞാൻ പോകുന്നെങ്കിൽ ഇവൻ്റെ കൂടെ പോകത്തുള്ളൂ, ജീവിക്കണമെങ്കിൽ അവൻ്റെ അജീരോടെ ഞാൻ ജീവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ എല്ലാവരും കൂടെ പറഞ്ഞിടോ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമല്ലേ ആയിട്ടുള്ളൂ, ഇത് എന്തോന്നെന്ന് ചോദിച്ച് ഇനിയെങ്കിലും നിങ്ങൾ നേരെ ചൊവ്വേ ജീവിക്കും, നിങ്ങളുടെ കാര്യം നോക്കി അവൾക്കൊരു കൊച്ചുകൂടെ ആയില്ലേ ഇങ്ങനെ പറഞ്ഞ് സമാധാനപ്പെടുത്തി ജീവിക്കാമെന്ന് പറഞ്ഞ് നേരെയാക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു വിട്ടു. ആ ചേച്ചി അണ്ണൻ്റെ അടുത്ത് പിണങ്ങി അയച്ചിട്ട് വീട്ടിൽ പോയി. എന്നിട്ട് ഈ പ്രശ്നം ആയതുകൊണ്ട് കുടുംബ വീട്ടിൽ നിന്ന് ഞങ്ങളെ ഇറക്കി വിട്ടു. അമ്മ പറഞ്ഞു ഇവർ ചിലവിനൊന്നും പൈസയൊന്നും കൊടുക്കത്തില്ല, ഓട്ടം പോകുന്നെന്ന് പറഞ്ഞ് രാവിലെ പോയാൽ ചില ദിവസം വരും, ചില ദിവസം വരൂല, ഇങ്ങനെയൊക്കെ ആയിരുന്നു വീട്ടിൽ. അപ്പം വീട്ടിൽ എൻ്റെ കാര്യം കൂടെ നോക്കണത് കാരണം അമ്മ പറഞ്ഞു ചിലവിന് പൈസ തന്നില്ലെങ്കിൽ ഇവിടെ പറ്റില്ല. ഒരു സഹോദരി ഉണ്ട്, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിനടുത്താണ് താമസിക്കുന്നത്. ഒരു അനിയുണ്ട്, അനിയനും ആ വീട്ടില്. അവ ഇത്രയും ഈ 3-4 ടിപ്പറൊക്കെ പാടാക്കി കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഒരു ചെലവിനൊന്നും പൈസയൊന്നും കൊടുക്കാറില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറക്കി വിട്ടു. ഞങ്ങൾ പ്രത്യേകിച്ച് താമസമായാലും പിന്നെ അവിടെയും പ്രശ്നം ഇത് തന്നെ, പിന്നെ വരത്തൊന്നുമില്ല, വീട്ടിൽ സമയത്തിന് എത്തത്തില്ല, അതോ ചില ദിവസം 2-3 ആഴ്ചയോളം വരാതിരിക്കും. ചെലവിന്റെ കാര്യമൊക്കെ ഭയങ്കര കഷ്ടമായിരുന്നു. ഇല്ലല്ല, ഇയാൾക്ക് സ്വന്തമായിട്ടുള്ളതെന്ന് 2-3 ഇടത്ത് സ്വന്തമായിട്ട് വീടുണ്ട് ഇയാൾക്ക്. എന്നിട്ടും അവിടെ എന്നിട്ട് ഇതേപോലെ ചിലവിൻ്റെ കാര്യമൊന്നും നോക്കത്തില്ല, ഭയങ്കര കഷ്ടമായിരുന്നു. എന്നിട്ട് 2.5 മാസമായപ്പോൾ ഒരു ദിവസം വന്ന് ഈ ഒരു പ്രശ്നത്തിൻ്റെ ഈ ചേച്ചി എന്നെ ഒരു ദിവസം ഫോൺ വിളിച്ചു, സിന്ധു ഇതേപോലെ നീ എൻ്റെ ജീവിതം തകർക്കാൻ നോക്കി ഇങ്ങനെയൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് ഒരുപാട് വിളിച്ച് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. ആ ചേച്ചിയുടെ വീട്ടിൽ നിന്നിട്ട് ഞാൻ പറഞ്ഞു ചേച്ചി ഞങ്ങൾ ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, എനിക്കൊരു കൊച്ചുകൂടെയായി, ഞങ്ങൾ ജീവിക്കിട്ട് എനിക്ക് ജീവിച്ച് കൊതി തീർന്നിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പം ഈ ചേച്ചിയാണെങ്കിൽ എൻ്റെ ജീവിതം നശിപ്പിച്ച കാരണം നിന്നെ ഇനി ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല അവൻ്റെ കൂടെ, അവൻ എനിക്കുള്ളതാണെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ ഈ ചേച്ചി എന്നെ വിളിച്ച കാര്യം എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് വന്ന് എൻ്റെ ഭർത്താവാണെങ്കിൽ 2.5 മാസമായി എന്നെ കട്ടിലിൽ നിന്ന് ചവിട്ടി തള്ളിയിട്ട് അടിച്ച് കാലിൻ്റെ ഇവിടെ ഇത്രയും മസിൽ അത്രയും ഇങ്ങനെ പൊട്ടി വീട്ടിൽ കൊണ്ടുപോയി ഒരു കാറ് പിടിച്ച് വീട്ടിൽ കൊണ്ടാക്കി. വീട്ടുകാർ വന്ന് എന്നെ വണ്ടിയിൽ നിന്ന് എടുത്തുകൊണ്ടാണ് പോയത്, കാരണം ഇവിടുത്തെ മസിലെല്ലാം അടിച്ച് പൊട്ടിച്ച് കളഞ്ഞു. എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് നീ കൊച്ചിനെ കിട്ടുമെന്നും തോന്നുന്നില്ല, ഞാൻ രക്ഷപ്പെടുമെന്നും തോന്നുന്നില്ല, അതുകൊണ്ട് എന്നെ ഇവിടെ നിർത്തണ്ട, നിങ്ങൾ കൊണ്ട് തിരിച്ച് അവരെ വീട്ടിൽ തന്നെ ആക്കാൻ പറഞ്ഞു. അപ്പം ഇവരാണെങ്കിൽ കൊണ്ടാക്കിയിട്ട് ഇറങ്ങി ഓടിക്കളഞ്ഞ്. എന്നിട്ട് അമ്മയാണെങ്കിൽ ആ വണ്ടിയിൽ തന്നെ എന്നെ തിരിച്ച് ഭർത്താവിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയപ്പോൾ അവരെന്നെ വീട്ടിൽ കയറ്റൂല. അത് പറഞ്ഞു അത് അവൻ വന്നതിന് ശേഷം നമുക്കൊരു തീരുമാനത്തിലെത്താന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അന്ന് രാത്രി വരെ അവിടെ ആ സിറ്റ് ഔട്ടിലാണ് ഞങ്ങൾ കിടത്തിയിരുന്നത്. ഞാനും അമ്മയും അനിയത്തിയും ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ സിറ്റ് ഔട്ടിൽ കിടന്നിട്ട് പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ അവർ വന്ന് വീട്ടിൽ കയറ്റാന്ന് പറഞ്ഞു. കയറ്റി. പിന്നെ കുറച്ച് ദിവസം നോക്കിയ ശേഷം വീണ്ടും ചിലവിനൊന്നും തരാതെ അങ്ങനെ പ്രശ്നങ്ങളായി. എനിക്കിടയ്ക്ക് വെച്ച് പനി വന്നു, നേരെ ചൊവ്വൊന്നും ഭക്ഷണമൊന്നും കിട്ടാതെ ഇങ്ങനെ ബുദ്ധിമുട്ടായപ്പോൾ പനി വന്നപ്പം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഇവർ എന്നെ കൊണ്ടാക്കി, നീ അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പ്രസവം വരെ പിന്നെ തിരിഞ്ഞു നോക്കിയോ ഒന്നും ചെയ്തില്ല. അത് കഴിഞ്ഞ് അമ്മയാണ് എല്ലാ കാര്യങ്ങളും നോക്കി. പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ ആശുപത്രി വന്ന് കൊച്ചിനെ കണ്ടിട്ട് വെച്ച് ഇത് എൻ്റെ കൊച്ചു തന്നെയെന്ന് ചോദിച്ച് എന്നിട്ട് ഇളങ്ങ് ഇറങ്ങി പോവുകയും ചെയ്തു. പിന്നെ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ കൊച്ചിൻ്റെ നൂലുകെട്ടിന് വന്നു. അത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് സ്വർണ്ണം ഇടുമെങ്കിൽ മാത്രമേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. കൊച്ചിനെ അരഞ്ഞാൽ സ്വർണ്ണത്തിൽ ഉണ്ടാക്കി കൊടുത്താലേ അത് അവരെയും കൊണ്ട് വരത്തുള്ളൂ, അല്ലാതെ ഈ ഇരപ്പ കുടുംബത്തിൽ വന്ന നമുക്ക് നാണക്കേടാണ്, എനിക്കിതിന് നിലയും വിലയും ഉള്ളതാണ് സമൂഹത്തിൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ അമ്മ ആളുകളിൽ നിന്ന് കടം മറിച്ച് അവർ പറഞ്ഞ കണക്ക് കൊച്ചിന് സ്വർണ്ണ അരഞ്ഞാൻ ഇട്ട് കൊടുത്തു, ഒരുപോലെ അരഞ്ഞാൻ ഇട്ട് കൊടുത്തു. അങ്ങനെ ഇവർ വന്ന് നൂലുകെട്ടൊക്കെ കഴിഞ്ഞ ശേഷം 2.5 മാസമായപ്പോഴും ഞങ്ങൾ പ്രത്യേകിച്ചായിരുന്നു താമസിക്കുന്നത്. അപ്പം വീടിനടുത്തുള്ള ചേച്ചി വിളിച്ചുകൊണ്ട് സിന്ധു ഇതേപോലെ ഞങ്ങൾക്ക് അവിടെ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല, രാത്രി ആകുമ്പോഴും എൻ്റെ ഭർത്താവ് കുറേ പയ്യന്മാരെയും കുറേ പെണ്ണുങ്ങളെയും കൊണ്ടുവന്ന് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, ഭയങ്കര ബഹളം, എൻ്റെ ജീവിതം നശിച്ചു പോവും, നീ അതുകൊണ്ട് ഇങ്ങ് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ 2.5 മാസമായപ്പോൾ അമ്മ പറഞ്ഞ് മക്കൾ അങ്ങനെയാണെങ്കിൽ മക്കളങ്ങ് ഭർത്താവിൻ്റെ വീട്ടിൽ പോകണതാണ് നല്ലതെന്ന് പറഞ്ഞു. അമ്മ എന്നെ കൊണ്ട് അങ്ങ് ആക്കി, ചേട്ടൻ്റെ വീട്ടിൽ കൊണ്ടാക്കി. അവിടെ പോയിട്ട് പിറ്റേന്നായപ്പം കൊച്ചിന് ഭയങ്കര ശ്വാസം മുട്ടല്. എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അമ്മയോ നിങ്ങളുടെ വീട്ടിലുള്ളവരോ എന്തായാലും ചോദിക്കാൻ പറ്റത്തില്ല ഈ അജിയോട്. ഒന്ന് പറഞ്ഞ് വല്ലതും അങ്ങോട്ട് ചോദിക്കുകയാണെങ്കിൽ തിരിച്ചെല്ലാം എൻ്റെ അടുത്താണ് അടിയും, ഭയങ്കര അടിയാണ്. ഒന്നും ചോദിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ചോദിച്ചാൽ മൂളും. അപ്പം എന്താണെന്ന് മറുപടി ഒന്നിത്തിരി പറയുമെന്ന് ചോദിച്ചാൽ ഉടനെ അടിയാണ് തിരിഞ്ഞ്. വേറെ ഒന്നും നമ്മൾ തമ്മിൽ സംസാരമില്ല. എന്നിട്ട് ഇതേപോലെ കൊച്ചിന് ശ്വാസം മുട്ടലായി. ഞാൻ പറഞ്ഞു ഇതേപോലെ കൊച്ചു കിടന്ന് വലിക്കുന്നുണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എന്നാൽ വലിയൊരു ശ്വാസം മുട്ടി വലിക്കുന്ന അത്രയും ഇതിലാണ് കൊച്ചു കിടന്ന് വലിക്കുന്നത്. 2.5 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഏട്ടാ നമുക്ക് ഇതേപോലെ കൊച്ചിന് വയ്യ, നമുക്ക് ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുപോയി, വണ്ടി വിളിച്ച് കൊണ്ടുപോയി.
എന്നിട്ട് അവർ നോക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. കാര്യം ഹോസ്പിറ്റലിൽ വന്നിരിക്കുക, അവരെന്നെ നോക്കണേ, എൻ്റെ വീട്ടിലൊന്നും അറിയിച്ചില്ല, ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് അങ്ങനെ നോക്കി. എന്നിട്ട് 3 മാസം ആവണതിന് മുമ്പ് ഒരു ദിവസം ഓട്ടം കഴിഞ്ഞ് രാത്രി ഒരു 12:30-1 മണിയായപ്പോൾ ഹോസ്പിറ്റലിൽ ഇയാൾ വന്ന ശേഷം ഇയാൾ പറഞ്ഞു, ഞാൻ പോയി ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റി ചേഞ്ച് ചെയ്ത് വരാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓ ശരിയെന്ന് പറഞ്ഞു. ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് ഇയാൾ അങ്ങോട്ട് പോയപ്പോൾ എന്നിട്ട് പകുതി ദൂരം പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഇപ്പം പോകണില്ല സിന്ധു, ഞാൻ ഇവിടെ ഇരുന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഏട്ടാ നിങ്ങളെങ്കിൽ കൊച്ചിൻ്റെ അടുത്തിരിക്കും, ഞാൻ ഒന്ന് ബാത്റൂമിൽ പോയിട്ട് ഇതാ വരണമെന്ന് പറഞ്ഞു. ഒരു പ്രശ്നം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഇതായിരുന്നു, പക്ഷേ എനിക്കത് മനസ്സിലായില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഏട്ടാ നിങ്ങൾ പോകുന്നില്ലെങ്കിൽ ശരി, ഞാൻ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതും ഇയാൾ 2 കാലിൻ്റെ ഇടയിൽ കൂടെ കാലിട്ട് ഒരു ചവിട്ട്. അപ്പം ഡെലിവറി കഴിഞ്ഞ് 3 മാസമായില്ല, ഉടനെ അത് അത്രയും ഇങ്ങനെ കീറി അവിടെ കൂടെ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഒലിക്കാൻ തുടങ്ങിയായിരുന്നു. ഒരു പ്രശ്നം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഇതായിരുന്നു, പക്ഷേ എനിക്കത് മനസ്സിലായില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഏട്ടാ നിങ്ങൾ പോകുന്നില്ലെങ്കിൽ ശരി, ഞാൻ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതും ഇയാൾ 2 കാലിൻ്റെ ഇടയിൽ കൂടെ കാലിട്ട് ഒരു ചവിട്ട്. അപ്പം ഡെലിവറി കഴിഞ്ഞ് 3 മാസമായില്ല, ഉടനെ അത് അത്രയും ഇങ്ങനെ കീറി അവിടെ കൂടെ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഒലിക്കാൻ തുടങ്ങിയായിരുന്നു. ഞാൻ പേടിച്ചിടന്ന് വിളിച്ച് അങ്ങനെ ഡോക്ടർ വന്നു, മരുന്ന് തന്നു. എന്നിട്ട് നേരെ വീട്ടിൽ ഫോൺ നമ്പർ വാങ്ങിച്ച് വിളിച്ചു, അമ്മയെ വിളിച്ച് വരുത്തി നേരെ എന്നെ ആശുപത്രിയിലാക്കി. ആശുപത്രി കൊണ്ടുപോയിട്ട് പിന്നെ അമ്മ 3 മാസം അമ്മ നിർത്തി എന്നെ നോക്കി. അമ്മ നിർത്തി നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ അനിയത്തിമാർ 2 പേരും എൻ്റെ കൂടെ ഒപ്പം ഓരോ വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അവരും കല്യാണ പ്രായമായി ഇങ്ങനെ വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ ഇങ്ങനെ വീട്ടിൽ വന്ന് നിന്ന് അവരുടെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ട് എന്നെ അമ്മ കൊണ്ടങ്ങ് ആക്കി ഞാൻ അങ്ങ് പോവാന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടാക്കി ഇടയ്ക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ ഫോൺ ചെയ്യോ? അങ്ങനെയൊന്നുമില്ല. അവരുടെ അടുത്ത് നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും അന്വേഷിക്കത്തില്ല. അവർ ഒരു കാര്യം എവിടെയാണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചതെന്നോ ഒന്നും വിളിച്ച് ചോദിക്കത്തില്ല. അവരടുത്തുണ്ടായിരിക്കുമ്പോൾ മാത്രം ഈ സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ ഇതിന് ഈ ചവിട്ടീനെ ഉപദ്രവിച്ചതിനൊക്കെ കേസോ പരാതിയോ എല്ലാം കൊടുത്തിട്ടുണ്ടോ? ഇപ്പോഴും ഞാൻ ഒന്നും കൊടുത്തില്ലായിരുന്നു. അപ്പൊ കൊടുത്തിട്ടില്ല, ഒന്നും കൊടുത്തില്ല. എന്നിട്ട് ഇതേപോലെ കൊണ്ടാക്കി അടുത്ത പിറ്റേ മാസമായപ്പം 2ാമത്തെ കൊച്ച് പ്രഗ്നൻ്റായി. നമ്മൾ ശ്രദ്ധിച്ചില്ല, 2ാമത്തെ കൊച്ചിനെ പ്രഗ്നൻ്റായി ആയപ്പോൾ ഏതാണ്ട് 1.5 മാസം കഴിഞ്ഞ ശേഷമാണ് ഞങ്ങളിത് അറിയുന്നത്. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞങ്ങൾക്കിത് അബോഷനാക്കി കളയാൻ, എനിക്ക് നാണക്കേടാണ്, ഞാൻ ഇത് കിട്ടുമെന്ന് വിചാരിച്ചില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് എന്നെ നിർബന്ധിച്ച് SITയിൽ കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി അബോഷനാക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറിന് കൊണ്ടുപോയി 1000 രൂപ കൈക്കൂലിയൊക്കെ നേരത്തെ കൊടുത്തിരുന്നു. എന്നിട്ട് ഡോക്ടർ ഒരു ഡേറ്റ് പറഞ്ഞു, ഇന്ന ഡേറ്റിന് നിങ്ങൾ വരികയെന്ന് പറഞ്ഞു. ഞങ്ങളിതേപോലെ പോയപ്പോൾ അവിടെ ചെന്നപ്പം 2 മാസമായതായിരുന്നു. 2 മാസത്തെ വളർച്ചയായി, മോൻ കയ്യിലിരിക്കുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് അവർ വിളിച്ച് ചോദിച്ചു, സിന്ധു നിൻ്റെ കയ്യിലിരിക്കുന്ന ഈ കൊച്ചിനെ വെട്ടിക്കൊല്ല ചോദിച്ചാൽ നീ അവർക്ക് കൊടുക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞു. പിന്നെ ഇത്രയും വളർച്ചയായി നിൻ്റെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിനും, അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല, അത് ചെയ്യണം, നീ ചെയ്യണം, അതും പാവമാണ്, നീ ഒരു അമ്മയായതുകൊണ്ട് നിനക്ക് അതിൻ്റെ ഇത് അറിയാമല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞെങ്കിൽ വേണ്ട, എൻ്റെ കൊച്ചിനെ ഞാൻ വളർത്തിക്കൊള്ളാം, എനിക്കിത് ചെയ്യണ്ട, എന്നെ ഇവർ നിർബന്ധിച്ചിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് സമ്മതിക്കാത്തത് കാരണം എൻ്റെ ചേട്ടൻ്റെ അമ്മയും ഞാനും കൂടെയാണ് പോയത്, എൻ്റെ പൊടി കൊച്ചും കൂടെ. എന്നിട്ട് സമ്മതിക്കാത്തത് കാരണം അവിടെ വെച്ച് എന്നെ ഇഷ്ടം പോലെ അടിച്ചു, ആശുപത്രിയിൽ അവിടെ വെച്ച്. എന്നിട്ട് വണ്ടിയിൽ ഇങ്ങോട്ട് തിരിച്ച് കൊണ്ടുവരെ എനിക്ക് നാണക്കേടെന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചു ഇഷ്ടം പോലെ അടിച്ചു തന്നെ. എന്നിട്ട് കഴുത്തിൽ കിടന്ന് ഷോളിങ്ങനെ ഇട്ടിരുന്ന് ഷോളിനെടുത്ത് കഴുത്തിലും കയ്യിലും കൂടെ കൂട്ടി കെട്ടി വെച്ചിട്ട് അടിച്ചിട്ട് പറഞ്ഞ്, ഇന്ന് നിൻ്റെ അവസാനമാവണം, ഇന്ന് ജീവിച്ചിരിക്കാൻ പാടില്ല. എന്നിട്ട് അമ്മയെടുത്ത് പറഞ്ഞു, അമ്മ ഈ കൊച്ചിനെയും കൊണ്ട് അമ്മയെ കാട്ടാക്കടയത്തുമ്പോൾ ഇറങ്ങിപ്പോയിക്കോളുന്നു, എവളെ എന്തിനാണെന്ന് എനിക്കറിയാം, എവിടെയും ഒന്നും പറയുന്നില്ല. അമ്മയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അമ്മ പിടിച്ച അമ്മയ്ക്ക് എവിടെ കിട്ടും. പിന്നെ അമ്മ ഞാൻ എന്നിട്ട് ഈ കഴുത്തിലിങ്ങനെ ഷോളിങ്ങനെ ഇറക്കി വലിച്ചു കെട്ടിയപ്പോൾ എനിക്ക് ശ്വാസം മുട്ടുണ്ട്, കാറിൻ്റെ അകത്താണ് ശ്വാസം മുട്ടി. ഞാൻ ഇതിൽ എങ്ങനെയെങ്കിലും ഡോർ തുറന്നിട്ട് പുറത്ത് ഇറങ്ങിയാൽ മതി എന്നുള്ള വെപ്രാളത്തിൽ ഇങ്ങനെ തുറക്കാൻ വേണ്ടി പോയപ്പോൾ അമ്മയാണെങ്കിൽ കൈ പിടിച്ച് അങ്ങോട്ട് വലിക്കുന്നു. എനിക്കാണെങ്കിൽ ശ്വാസം മുട്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങാനും പറ്റുന്നില്ല. അങ്ങനെ മൊത്തത്തിൽ അതിൻ്റെ അകത്തിട്ട് നീറിയിപ്പോയി. പക്ഷെ അമ്മ വിചാരിക്കുന്നേ ഞാൻ ചാടാൻ വേണ്ടിയിട്ട് പോകണമെന്ന്. പക്ഷേ എനിക്കാണെങ്കിൽ ശ്വാസം മുട്ടി കഴുത്തിറങ്ങണത് ഇവർ ശ്രദ്ധിക്കണില്ല. ശ്വാസം മുട്ടി ഇങ്ങനെ ഇടന്നപ്പെടെ. എന്നിട്ട് കാട്ടാക്കടയത്തിപ്പം പറഞ്ഞ്, അമ്മ കൊച്ചിനെയും കൊണ്ട് ഇറങ്ങിപ്പോയിക്കോ, എവൾ എന്തിനാണെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് കെട്ടിവെച്ചിട്ട് ഭാഗ്യത്തിന് എൻ്റെ ഭാഗ്യം എന്ന് വേണം പറയാം, കൊണ്ട് കാട്ടാക്കട സ്റ്റേഷനിൽ കൊണ്ടിറക്കി വിട്ടു. ഇറക്കിയിട്ട് പറഞ്ഞു, അപ്പോഴെൻ്റെ അടിച്ചെൻ്റെ ദേഹത്തു നിന്നൊക്കെ രക്തം ഇങ്ങനെ പൊട്ടി പാഞ്ഞുകൊണ്ടിരിക്കുന്നു. കൈമുറിക്ക് ഓരോ ഇടി എന്നത് കൈ ഇവിടെ നിന്നെല്ലാം ഇടിയുടെ ചതവിലിങ്ങനെ പൊളിഞ്ഞ് രക്തം ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴേ അവിടെ കൊണ്ടുപോയപ്പോൾ തന്നെ പോലീസുകാർ ചോദിച്ചു, എന്തിടാ ഈ ചെയ്തിരിക്കുന്നത്, നീ ഒന്നും ചെയ്യാതെ അവളെ കൊണ്ടുകൂടെ തന്നിട്ട് നീ വേണ്ടെന്ന് പറഞ്ഞ് പോവാത്തെന്തെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കിനി അവളെ എന്ത് വന്നാലും വേണ്ട, വീട്ടുകാരെ വിളിച്ച് ഇവളെ അങ്ങ് ഏൽപ്പിച്ച് വിടണയാണ് നല്ലതെന്ന് പറഞ്ഞ്, അല്ല ഞാൻ ഇനി നോക്കൂലെന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് സ്റ്റേഷനിൽ പോകാൻ ആരാ പറഞ്ഞു? നിങ്ങൾ പറഞ്ഞു സ്റ്റേഷനിൽ? ഇല്ല, അവരായിട്ട് കൊണ്ടങ്ങ് ആക്കിയത്. എന്നിട്ട് സ്റ്റേഷനിൽ നിന്ന് പപ്പയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതേപോലെ കൊണ്ടിങ്ങനെ വിട്ടിരിക്കുകയാണ്, വേണ്ടെന്നാണ് പറയണേ, നിങ്ങൾ വന്ന് കൂട്ടിക്കൊണ്ടുപോയി എന്ന്.
അങ്ങനെ സ്റ്റേഷനിൽ എന്താ കാരണം പറഞ്ഞേ? വേണ്ടെന്നുള്ളതിന്റെ കാരണം എന്താ ഈ പറഞ്ഞത്? കൊച്ചിനെ അബോഷനാക്കാൻ പറ്റില്ല. അതിന്റെ ആ ഒരു ദേഷ്യം കാരണമൊന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഈ ദേഷ്യം ഇവർക്ക് അബോഷനാക്കാൻ പറ്റില്ല. ഞാൻ സമ്മതിക്കാത്തത് കാരണമാണ് അവർ അബോഷനാക്കാതെ എന്നാണ് അവർ പറഞ്ഞിങ്ങ് വന്നത്. എന്നിട്ട് ഇവിടെ സ്റ്റേഷനിൽ നിന്ന് പപ്പയെ റോഡിതാക്കി അവർ യോജിപ്പിച്ചങ്ങ് വിട്ടു. പപ്പയും അമ്മയും കൂടെ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയി. വിളിച്ചുകൊണ്ട് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴും പറഞ്ഞു ഇവരും വേറെ ഒന്ന് അയ്യപ്പ സുരേഷ് എന്ന് പറഞ്ഞ് 2-3 അണ്ണന്മാരും കൂടെ വന്നു. ഞങ്ങളുടെ സ്ഥല സ്റ്റേഷൻ ആരെയും കൂടെ വന്ന് പറഞ്ഞ് എൻ്റെ ഭാര്യയെ എൻ്റെ കൊച്ചിനെ എനിക്ക് വേണം, ഞാൻ ഇനി പൊന്നുപോലെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് വന്ന് വിളിച്ചുകൊണ്ട് പോയി. വിളിച്ചുകൊണ്ട് പോയിട്ട് ഏതാണ്ട് കുറച്ച് ദിവസം ഏതാണ്ട് നന്നായിട്ട് നോക്കി ഞങ്ങളെ. വേറെ വഴക്കൊന്നുമില്ല. ആളുകൾ കുറേയൊക്കെ ഉപദേശിച്ചു. അങ്ങനെ പള്ളിയിൽ അച്ഛനൊക്കെ വന്ന് പറഞ്ഞു എടാ ഇതേപോലെ ഒരു കൊച്ചുണ്ട്, പിന്നെ അവരെ പോലെയാണ് ഇരിക്കണേന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ കൊച്ചിൻ്റെ കളിയും ചിരിയൊക്കെ നോക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തി ഇങ്ങനെ ഞങ്ങൾ അങ്ങ് പോയി ഒരുവിധം. എന്നിട്ട് ഒരു 7 മാസം വരെ നന്നായിട്ട് നോക്കി. 7 മാസമായപ്പം അമ്മയെടുത്ത് പറഞ്ഞു ഇനി നിങ്ങൾ കൊണ്ടുപോയി നോക്കി എന്ന് പറഞ്ഞ് കൊണ്ടങ്ങ് വീട്ടിലാക്കി. പിന്നെ അമ്മ എന്നെ പ്രസവം എല്ലാം നോക്കി. പ്രസവിച്ച് കഴിഞ്ഞു. കൊച്ചിന് നൂലിട്ട് അതേപോലെ ഞങ്ങൾക്ക് അപ്പോഴും സ്വർണ്ണം ഇടാൻ പറ്റിയില്ല, വെള്ളിയാണ് ഇട്ടത്. അതുകൊണ്ട് അവരെ വീട്ടിൽ നിന്ന് ആരും കൊണ്ടൊന്നും വന്നില്ല. അവർ മാത്രം വന്നു. അവർ കൊണ്ട് സ്വർണ്ണ ചെയിനൊക്കെ ഇട്ടു. പിന്നെ കൊച്ചിന് കുറേ ഉരുപ്പടിയൊക്കെ കിട്ടി. എന്നാൽ ബന്ധുക്കളൊക്കെ ഇട്ട് എന്നിട്ട് കൊണ്ട് ഈ 3 മാസം കഴിഞ്ഞ് കൊണ്ട് തിരിച്ച് ഇവരെ വീട്ടിലാക്കി. ഇവരെ വീട്ടിലാക്കിയ ശേഷം പിന്നെ എന്നും പിന്നെ അടിയും വഴക്കും. വീട്ടിൽ ചിലവിന് തരത്തില്ല. ചിലവിൻ്റെ ഞാൻ അങ്ങോട്ട് ചോദിക്കുമെങ്കിൽ അതിൻ്റെ പേരിലടി. പിന്നെ ഇങ്ങനെ കുറേ ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം എന്തോന്ന് ജീന എന്ന് പറഞ്ഞ ചേച്ചി ഇവർക്ക് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു അജി ഇന്നതുപോലെയാണ്, ഞാൻ ഇന്നടുത്ത് നിൽക്കുന്നത് കാട്ടാക്കട എന്തോ ഇലക്ട്രിസിറ്റി ഓഫീസിൻ്റെ അവിടെ നിൽക്കുന്നത്, നീ അവിടെ വരണമെന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു. അപ്പോൾ ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ അതേപോലെ ഒരു ആവശ്യമായിട്ട് പോകണം, നീ ഇവിടെ ഇരിയെന്ന് പറഞ്ഞു. എന്നിട്ട് വിളിച്ചതെന്നുള്ളത് മനസ്സിലായത് എങ്ങനെ മനസ്സിലായി? അവർ എന്തുണ്ടെങ്കിൽ സ്പീക്കർ ഇട്ട് സംസാരിക്കും. ഇങ്ങനെ പെണ്ണുങ്ങൾ വിളിച്ചാൽ സ്പീക്കർ ഇട്ട് സംസാരിക്കും. കാരണം ഞാൻ കേൾക്കിട്ടെന്നുള്ള ഇതില് ഞാൻ തിരിച്ചങ്ങോട്ട് വല്ലതും ചോദിക്കുമെങ്കിൽ പറയാം നിനക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിനക്ക് വല്ലതും ചെയ്യാൻ പറ്റും, നിനക്ക് അതിൽ ആളുണ്ടെങ്കിൽ ചെയ്യാൻ പറയും. അപ്പം എൻ്റെ വീട്ടിൽ എനിക്കാണെങ്കിൽ 10-76 വയസ്സായ ഒരു പപ്പയുണ്ട്. പിന്നെ അമ്മയ്ക്കാണെങ്കിൽ ഹാർട്ടിൻ്റെ കംപ്ലയിൻറ്റ്, ബ്ലീഡിങ്, അങ്ങനെ ഒരമ്മ, പിന്നെ 2 അനിയത്തിമാർ. ഇതല്ലേ ഉള്ളൂ. എനിക്കാണെങ്കിൽ വേറെ പുറത്തുനിന്ന് വേറെ ആരുമില്ല, ബന്ധുക്കളെന്ന് പറഞ്ഞാൽ സഹായിക്കാൻ ആരുമില്ല ഞങ്ങൾക്ക്. അപ്പോൾ അവർക്കറിയാം ഞങ്ങളുടെ സിറ്റുവേഷൻ ഇതാണ്. ഇപ്പോൾ പുറത്തുനിന്ന് ആരും ചോദിക്കാൻ വരില്ലെന്ന് എന്ത് ചെയ്താലും. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുമെന്ന് പറയും. ഇവരങ്ങ് പോകും. പോയിട്ട് പിന്നെ പിന്നെ വന്നില്ല. ഏതാണ്ട് 1-2 ആഴ്ചയോളം ഇവരെ കാണാനില്ല. എന്നിട്ട് ചിലവിന് പൈസ എന്ന് പറഞ്ഞു ഒന്നുമില്ല. എന്നിട്ട് ഞാൻ ഇവരെ വിളിച്ചു വരുത്തി. എപ്പോഴും വിളിച്ചപ്പോൾ എന്നടുത്ത് നിൽക്കണം, ഞാൻ ഇതാ വരണം എന്ന് പറഞ്ഞു വന്നു. വീട്ടിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ ആവശ്യത്തിനൊന്നും ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അത് നീ എൻ്റെ അടുത്ത് എന്തിനു ചോദിക്കണം, നിന്റെ വീട്ടുകാരുണ്ടല്ലോ അവരടുത്ത് വിളിച്ച് ചോദിക്കുന്നു. 2 ആഴ്ചയായിട്ട് ചെലവിന് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ആയപ്പോ ഇടയ്ക്കൊന്നും വിളിച്ചില്ലേ? അങ്ങനെ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. ഞാൻ വിളിക്കുന്നുണ്ട്, വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. പിന്നെ ഇങ്ങനെ ഇരുന്ന് എല്ലാവരും പറഞ്ഞ് നീ വിളി അവൻ എടുക്കും, അവൻ വരും, ഇങ്ങനെ അവൻ വരും, എവിടെ ആയിരുന്നാലും അവൻ വരും എന്ന് പറഞ്ഞു. അപ്പോൾ എവിടെയെങ്കിലും ഓട്ടം പേരിക്കും എന്ന് പറഞ്ഞാൽ എല്ലാവരും സമാധാനപ്പെടുത്തി ഓട്ടം പേരിക്കും. പിന്നെ എനിക്കാണെങ്കിൽ ഓടി വീട്ടിൽ പോകാനും പറ്റില്ല. വേണ്ട ഇതേപോലെ അനിയത്തിമാർ 2 പേര് എൻ്റെ പ്രായമോളം എത്തിയിരിക്കുന്നവരാണ്. പിന്നെ ഇത്രയും ബുദ്ധിമുട്ടാണ് അയക്കുന്നത്. അപ്പം ഞാൻ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ എല്ലാവരും പറയും അവളോ അവനെ അടിച്ചളഞ്ഞിട്ട് വന്ന് നിൽക്കുന്ന, ഇങ്ങനെ ഒരു അഭിപ്രായം അവിടെ ഉണ്ടോ. അത് കാരണം ഞാൻ വീട്ടിൽ പോകാനും മടിച്ചു, ഇവിടെ തന്നെ നിൽക്കാമെന്ന് വെച്ചു. പിന്നെ അങ്ങനെ വിളിച്ച് വരുത്തിയതിൻ്റെ ആ ഒരു ദേഷ്യത്തിന് വന്ന് നീ എന്തിനെപ്പോഴും എൻ്റെ കാര്യം നോക്കണത്, നിൻ്റെ കാര്യം നോക്കി നിനക്ക് ജീവിച്ചുകൂടി, നിൻ്റെ വീട്ടുകാരുണ്ടല്ലോ എന്ന് വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്തല്ലേ നിൽക്കുന്നത്, അപ്പം നിങ്ങളല്ലേ നോക്കേണ്ട ഉത്തരവാദിത്തം. ഇപ്പോൾ ഒരു കൊച്ചുകൂടെ അത് അവരെ വിളിച്ച് വരുത്തിയെന്ന് പറഞ്ഞ് അങ്ങനെ അടിച്ച് പിടിച്ച് അങ്ങനെ ഇഷ്ടം പോലെ അടിയും തന്നു. പിന്നെ അങ്ങനെ എന്നിട്ടും ഞാൻ മൈൻഡ് ചെയ്തില്ല. എന്നിട്ട് അവിടെ തന്നെ നിന്നു. എന്നിട്ട് കുറേ നാൾ കുറേ ദിവസം എന്നിട്ട് നന്നായിട്ട് പോയിട്ട് ഞാൻ അപ്പോഴേ ഫസ്റ്റ് ഇങ്ങനെ കേസായപ്പോഴേ കുടുംബ കോടതിയിൽ ഇവരിടയ്ക്ക് വെച്ച് വേണ്ടെന്നുകൊണ്ട് 10 ദിവസം അടിച്ചുകൊണ്ട് കളഞ്ഞപ്പോൾ ഇവരൊരു വക്കീൽ നോട്ടീസ് അയച്ചു. എനിക്ക് തലയ്ക്ക് സുഖമില്ല, ഞാൻ കൊടുത്ത 15 ഉരുപ്പടി എടുത്തുകൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതെന്ന് പറഞ്ഞ് വക്കീൽ നോട്ടീസ് അയച്ചു. അപ്പം ഞങ്ങളും പോയി ഒരു വക്കീലിനെ കണ്ടു. കാരണം ഞങ്ങൾക്ക് പേടിയായിരുന്നു, ജീവിതത്തിൽ ആദ്യമായിട്ട് പറഞ്ഞൊരു വക്കീൽ നോട്ടീസ്. അപ്പം ഞങ്ങളും പോയി ഒരു വക്കീലിനെ കണ്ടിട്ട് പറഞ്ഞു ഇന്നതുപോലെ വക്കീൽ നോട്ടീസ് വന്നു, അപ്പം ഞങ്ങൾ ഇങ്ങനൊന്നും ചെയ്തിട്ടില്ലെന്ന് നമുക്ക് തെളിയിക്കണമല്ലോ. അപ്പം ഞങ്ങൾ ഇതേപോലെ വക്കീലിനെ കണ്ടു. പക്ഷെ അത് കേസായിട്ട് എടുത്തു. പിന്നെ ആ കേസ് ഇങ്ങനെ കുടുംബ കോടതിയിൽ കിടക്കുകയായിരുന്നു. ഇവര് ഈ അടിക്കിന് ചെലവിന് തരാത്തതും അവര് ഞങ്ങൾക്കൊരു വക്കീൽ നോട്ടീസ് ഇതേപോലെ എനിക്ക് തലയ്ക്ക് സുഖമില്ല, ഡൈവോഴ്സിന് വേണ്ടിയാണോ? ഇല്ല എനിക്ക് തലയ്ക്ക് സുഖമില്ല, ഞാൻ 15 ഉരുപ്പടി അവിടെ എടുത്തുകൊണ്ട് ഇറങ്ങി പോന്നു. അപ്പൊ ഞങ്ങൾക്കൊരു പേടി, ഞങ്ങൾ ചെയ്യാത്ത കാര്യമില്ല. പിന്നെ എനിക്ക് തലയ്ക്ക് സുഖമില്ലെന്നും പറഞ്ഞു. പിന്നെ ഇവർ ഈ ചെയ്യണത് പറഞ്ഞാൽ ഭയങ്കര അടിയല്ലേ. ഇപ്പം ചിലപ്പോൾ അടിച്ചെടുത്ത് വല്ലതും കൊണ്ട് കെട്ടി തൂക്കി വെച്ചിട്ടായിട്ട് ഞാൻ ചെയ്ത് എനിക്ക് തലയ്ക്ക് സുഖമില്ലാതെ കയറി ചെയ്തെന്നിട്ട് പറഞ്ഞാലോ. ഇങ്ങനെ പേടിച്ചിട്ട് ഞങ്ങളടുത്തൊരു വക്കീലിനെ കണ്ടു. ഞങ്ങളും ഇതേപോലെ
കൊടുത്തു. എനിക്കൊരു വീട്ടിലൊരു രഹസ്യ മുറിയുണ്ട്. അതെന്ന് വെച്ചാൽ അത് തുറക്കാനോ അതിൻ്റെ അടുത്ത് പോകാനോ സമ്മതിക്കത്തില്ല. ഒരു ദിവസം എനിക്ക് ഇതിൻ്റെ താക്കോല് കിട്ടി. അപ്പം എനിക്ക് ഒരു ആകാംക്ഷ, എന്തിനാണ് ഈ റൂമിലുള്ളത് എന്നറിയണം. അപ്പോൾ എനിക്ക് താക്കോല് കിട്ടിയ അവസരത്തിൽ ഞാൻ പോയി ഇത് തുറന്നു നോക്കിയപ്പോൾ കണ്ണിൽ നിന്ന ഇയാളുടെയും ജീന എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, ആ ചേച്ചിയുടെയും ഫോട്ടോ ഇരിക്കുന്നു. പിന്നെ ഒരു കിറ്റ് നിറയെ പെണ്ണുങ്ങളെ കുറേ അടിവസ്ത്രം ഉൾപ്പെടെ കുറേ തുണി ഇങ്ങനെ വെച്ചിരിക്കുന്നു. അപ്പം ഞാൻ ഈ തുണീനെടുത്ത് പുറത്ത് വെച്ചിട്ട് അവിടെ ഇരുന്ന് എല്ലാവരെയും വിളിച്ചിങ്ങനെ കാണിച്ചു, മെമ്പറിനെ ഉൾപ്പെടെ വിളിച്ച് കാണിച്ച് മോളെ ഇങ്ങനെ അടുത്ത് കിടത്തിട്ട് അവനിങ്ങനെ ചോറിങ്ങനെ മാരി കൊടുത്തു. അപ്പോഴാണ് ഇങ്ങനെ ചവിട്ടി എൻ്റെ കയ്യിൽ നിന്ന് പാത്രം അങ്ങ് തെറിച്ചു പോയി. പക്ഷെ ഞാൻ പേടിച്ചിട്ട് ഇവരെ നടിയുണ്ണം പിടിച്ചിട്ട് വാതിൽ തുറന്ന് പുറത്തോട്ട് ഓടണ്ട, ഞാൻ പേടിച്ചിട്ട് കയറി മുകളിലത്തെ നിലയിലോട്ട് ഓടിയത് എൻ്റെ മോൻ എൻ്റെ ബാക്കിൽ നിന്ന് ഓടി വരായിരുന്നു. അവിടെ മുകളിലത്തെ റൂമിൽ എന്തോ കമ്പി കഷ്ണം എന്തോ കിടക്കായിരുന്നു. ഇവരിതെടുത്താണെങ്കിൽ എൻ്റെ കാല് മുട്ടിലൊരടി അടിച്ച്. അപ്പോൾ ഈ അടിയും കൊണ്ട് ഞാൻ തെറിച്ചിങ്ങനെ പോയി വീണപ്പോൾ അവിടെ നിന്ന് തൂക്കി ഇങ്ങനെ എടുത്തിട്ട് മുടിയിൽ ചുറ്റി പിടിച്ച് ചുവരിലോട്ട് ഒരു ഇടി. അപ്പോൾ ഇവിടെ വന്ന് ഇടിച്ച ശേഷം എൻ്റെ ഈ വായി കൂടെ മൂക്കി കൂടെ ബ്ലഡ് ഇങ്ങോട്ട് വരാൻ തുടങ്ങി. ഞാൻ ജീവിതം സാക്ഷി എന്ന ഈ ലോക് അദാലത്ത് വളരെ സുതാര്യവും പണച്ചിലവില്ലാത്തതുമാണ്. ജീവിതം സാക്ഷിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: പ്രൊഡ്യൂസർ, ജീവിതം സാക്ഷി, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം. പിൻ 695034. വിളിക്കേണ്ട നമ്പർ 9847820096.